വല്ല കടയിലും പോയി പണിയെടുത്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കമൻസും വരുന്നത്. ഞാൻ സത്യം പറയാച്ചാൽ 17 വയസ്സ് മുതൽ പണിക്ക് പോവാൻ തുടങ്ങിയ ഒരാളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ആ സമയം തൊട്ട്, അപ്പം ഒരു 16 വയസ്സ്, 17 അല്ല 16, ആ സമയം തൊട്ട് ഞാൻ പണിക്ക് പോകുന്നുണ്ട്. എന്നോട് പണിക്ക് പോയിക്കൂടെ, ഇതിന്ന് പൈസ കിട്ടുന്നതും കാത്തു നിൽക്കണോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര്. അവർക്കൊന്നും അറിയില്ല നമ്മൾ ആരാണ്, യഥാർത്ഥം എന്താണ്, യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ട് സംസാരിക്കണ ഒരു പലരുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം എന്നാൽ നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരണേ. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കുക്കിംഗ് വ്ളോഗൊന്നല്ല കേട്ടോ, 1-2 വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ എന്താ പറയുക, ചാനലൊക്കെ ഒന്ന് നോക്കണം. അതിലൊരുപാട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അധികവും കുക്കിംഗ് വ്ളോഗാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒന്ന് ആ വീഡിയോ ഒരു 3 മിനിറ്റൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിക്കണം. അപ്പോൾ ഇന്ന് എന്താ പറയുക, കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട് തന്നെ ഇല്ല. വീഡിയോ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇന്ന് 1-2 ചിറ്റലുണ്ടായി. രാവിലെ തന്നെ ഒരു 10:30 11 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയിന്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെല്ലാം ഒന്നും തുറന്നു പറയില്ല, പക്ഷെ ഒരു പ്രത്യേക ദിവസമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ സത്യം പറയിച്ചെന്ന് വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു വിഷമത്തിലുള്ളൊരു ദിവസം. വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ മനസ്സിനൊരു സന്തോഷം വേണം. പിന്നെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായ്മയല്ല, വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ഒരു മനസ്സ് അനുവദിക്കാത്ത പോലെ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നതാ ചോറ് വെച്ച്, ഇന്നലെ അനീഷേട്ടൻ വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ ചിക്കനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ, നമ്മുടെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേരെ ഞാനത് 1-2 വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഞാൻ ജോലിക്ക് പോകലൊക്കെ നിർത്തി. ആ സമയത്ത് നിർത്തിയതാണ്. പക്ഷെ അതിൻ്റെ ശേഷം പിന്നെ അമ്മൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മ അപ്പം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസം ആവാനായി. ഞാൻ അന്ന് പണി നിർത്തി. ഞാൻ ഒരുപാട് ആളുകളോട് പണി വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഏറെയും ചോദിക്കണത് എന്തെങ്കിലും ഒരു ഷോപ്പിൽ നിൽക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അടുക്കളപ്പണി, അങ്ങനെ മുറ്റം ക്ലീനിങ്, തുടയ്ക്കലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പണികളാണ്. കാരണം നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ളൂ, ഓവറായിട്ട് വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജോലികളിലേക്ക് നമ്മളങ്ങനെ ശ്രദ്ധ കൊടുക്കാറുമില്ല. കാരണം കൊടുത്തിട്ട് കാര്യമില്ല, നമുക്കത് കിട്ടുമില്ല, കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ വിളിച്ച് ചോദിക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് പേരോട് കുറേ നാളായിട്ടോ. അങ്ങനെ 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പം പണി കിട്ടും, വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു പണിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോൾ ആ ആള് നമ്മളെ വിളിക്കാൻ മറന്നുപോയി. സംഭവം സത്യം വെച്ചാൽ മറന്നുപോയി എന്നാണ് പറയണത്. അതിൻ്റെ 2 ദിവസം മുന്നേയും കൂടെ ഞാൻ അവരോടൊക്കെ പണിക്ക് ചോദിച്ച് വിളിച്ചതാ. പക്ഷെ അവർക്ക് അവിടെ ആളെടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് പറയാൻ മറന്നുപോയി. അത് മറന്നതാണോ മനഃപൂർവ്വം വിളിക്കാഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും അറിയപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ. നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ പ്രാരാബ്ദം പറയുന്നില്ല കേട്ടോ. നമുക്കൊരു അസുഖം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറയച്ചാൽ ആ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അതൊന്നൊക്കെ ഒന്ന് കര കയറി വരണം. ആ സമയത്ത് നമുക്ക് ഉണ്ടായ ഒരുപാട് ബാധ്യതകളുണ്ട്. ഒരു അല്ലലും ഇല്ലാണ്ട് ജീവിച്ച് പോയോണ്ടിരുന്ന ഒരു കുടുംബമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2 മാരക രോഗങ്ങൾ വന്ന് ഞങ്ങളാകെ തളർത്തി കഴിഞ്ഞപ്പം ഒരു കൈ പിടിച്ചുയർത്താൻ ആരും തന്നെ ഉണ്ടായില്ല. ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുപാട് കടബാധിതരായിട്ടോ. ഞങ്ങൾ അതിൻ്റെ മുന്നേ എല്ലാം കറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ട് വന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് അമ്മേൻ്റെ ചികിത്സയും നടക്കണം, ഇതും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കടത്തിലേക്ക് കൊടുക്കാനുള്ളതും എല്ലാം വേണം. പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അത് അവിടെ സ്റ്റെക്കായിപ്പോയി. ഞങ്ങൾക്ക് അങ്ങനെ ബാങ്കിലൊക്കെ ഒരുപാട് ബാധ്യതകളായി. സത്യം പറയാച്ചാൽ അത് കൊടുത്ത് വീട്ടാനായിട്ട് ഞങ്ങൾക്കൊരു വഴിയില്ല എന്ന് തന്നെയായി. ഒരുപാട് പേരോട് ഞാൻ ഈ ചാരിറ്റി അങ്ങനെയുള്ള ആൾക്കാരോട് അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു, എന്തേലും ഒരു സഹായം തരാൻ പറ്റുമോ. ഒരു മനുഷ്യൻ്റെ നിവർത്തിക്കേടുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കേണ്ടി വരുന്നത്.
ഒരാളെടുത്തുനിന്ന് ഒരു രൂപ പോലും നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങുമ്പം അതിൻ്റെ പിന്നിൽ എന്തേലും ഒരു കപട മുഖം ഉണ്ടാവും. അത് നമുക്ക് നല്ലോണം അറിയാം. എന്നാലും ഒരുപാട് പേരെ ഞാൻ വിളിച്ച് ചോദിച്ച് എന്തേലും ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ? ആർക്കും പറ്റൂല എന്ന് പറഞ്ഞു. നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാരോട് വരെ വേറെ ആളുകൾ ചോദിച്ചു അവർക്ക് എന്തേലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ. പക്ഷെ അവർ പറഞ്ഞത് അവർ ഞങ്ങളെ ആൾക്കാരല്ലല്ലോ, ഹിന്ദുക്കളല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പം ആ രീതിക്കും ആ സഹായം അങ്ങോട്ട് പോയി. അപ്പം പറയാച്ചാൽ ആ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കര റിസ്ക്കായി. ഞങ്ങൾക്കൊരു ഓണം വിഷു വന്നാലും 2 കൊല്ലത്തെ ഓണം വിഷു ഞങ്ങൾക്ക് സാധാ ദിവസം പോലെ എന്നത്തെയും പോലെയായി. മക്കൾക്കൊരു ഡ്രസ്സ് എടുക്കാനോ ഞങ്ങൾക്കൊരു ഡ്രസ്സ് എടുക്കാനോ നല്ലൊരു ഭക്ഷണം വെക്കാനോ ഞങ്ങൾക്കൊരു 2 കൊല്ലം ഓണം വിഷു കഴിഞ്ഞിട്ടില്ല. അതൊന്നും നമുക്ക് വിഷയമില്ല. പക്ഷെ ചെറിയ മക്കളല്ലേ അന്നൊക്കെ, അവർക്കത് വല്ലാത്തൊരു വിഷമായി. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയ ഒരു സമയം കേട്ടോ. പിന്നെ വീണ്ടും അമ്മൻ്റെ മരുന്നും കാര്യങ്ങളും ചികിത്സയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോഴും 5 വർഷം മരുന്നുണ്ട്. 2 അസുഖത്തിനും 5 വർഷം മരുന്നുണ്ട്. അത് മാസത്തിലും ആഴ്ചയിലൊക്കെ വാങ്ങാൻ ഒരുപാട് പൈസയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അസുഖം ഉണ്ടായിട്ടും സർജറി കഴിഞ്ഞിട്ടും റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് അമ്മ ജോലിക്ക് പോണത്. ഈ സർജറിയൊക്കെ കഴിഞ്ഞ എത്രയോ സ്ത്രീകൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്നവരുണ്ട്. കാരണം അവരെ നോക്കാനും കൊടുക്കാനും ആളുകളുണ്ട്. ഞങ്ങൾക്ക് നോക്കാനും കൊടുക്കാനും ആളുകൾ തരില്ല എന്നുള്ള പരാതിയൊന്നുമില്ല കേട്ടോ. എല്ലാവരെയും നോക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്താ പറയുക അതിന് എനിക്കറിയില്ല സത്യം പറയച്ച. അങ്ങനെ ഒരു അവഗണന. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയച്ച ഒരു 3 മാസം സർജറി കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടോ. എൻ്റെ അമ്മയ്ക്ക് പണി തീപ്പെട്ടിക്കൊള്ളീൻ്റെ കമ്പനിയിലാണ്. അപ്പോൾ ഡോക്ടറോട് അമ്മ ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് പോകും. 1.5 മാസം 2 മാസം കൂടുമ്പോൾ പോകും. 2 ഡോക്ടറെയും കാണിക്കാൻ പോകണമല്ലോ. അത് ഓരോരോ മാസത്തിൽ ഡേറ്റ് തരുമ്പോഴാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ അമ്മേനോട്, അമ്മയ്ക്ക് മനസ്സിന് ധൈര്യം, അമ്മ പോയിക്കോ, വീട്ടിലിരിക്കണ്ട, വീട്ടിലിരുന്ന ടെൻഷനും വരും, പിന്നെ തടിയും കൂടും. തടി കൂടുന്നതൊക്കെ ഇതിന് ഭയങ്കര പ്രശ്നമാണ്, കൊളസ്ട്രോളൊക്കെ കൂടിയാലേ. അതുകൊണ്ട് അമ്മ സത്യം അറിയിച്ചപ്പോൾ പണിക്ക് പോകുന്നുണ്ട്. അത് പിന്നെ ഒന്നാമത് അമ്മയ്ക്ക് ESI ഒക്കെ കിട്ടുകയും വേണം. കാരണം തുടർ ചികിത്സകൾ ഇനി ഒരുപാട് വർഷമുണ്ട്. അതിനൊക്കെ നമുക്ക് ESI വേണം. നമുക്ക് അമ്മേൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞത് ESI മുഖേന. നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം പൈസ ചിലവായിട്ടുണ്ടെങ്കിലും സർജറീൻ്റെ ലക്ഷങ്ങളൊക്കെ നമ്മുടെ അമ്മേൻ്റെ ESI എന്നാണ് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ. പക്ഷേ പറയുന്നവർക്കൊക്കെ അമ്മയ്ക്ക് ESI ഉണ്ടല്ലോ, എല്ലാം അതിൽ പോവും എന്നുള്ളൊരിതാണ്. എല്ലാം ഒന്നും അതിൽ പോവില്ല. നമ്മൾ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്നും പോകണം. അതൊന്നും ആർക്കും പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് പറയാൻ കാരണം ഒരുപാട് പേര്, ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരുപാട് പേരെ നമ്മൾ അടുത്ത് പെരുമാറി അവരോടൊക്കെ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ അവർ നമുക്ക് തിരിഞ്ഞ് ഒരുപാട് പണികൾ തന്നു കേട്ടോ. തിരിഞ്ഞു കുത്തിന്ന് തന്നെ പറയാം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊന്നും അറിയില്ല. ഞാനോ അനീഷേട്ടനോ മക്കളോ അമ്മയോ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരുപാട് തെറ്റിദ്ധാരണകളുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാണ് ഓരോരുത്തരും നമുക്ക് ഓരോ പണി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് അവരെ സ്നേഹിച്ചും വിശ്വസിച്ചും പോയി എന്ന് തന്നെ പറയാലോ. നമ്മളോട് ഇങ്ങോട്ട് അടുക്കുമ്പോൾ നമ്മൾ അവരോട് അടുക്കുമല്ലോ. ഒരു സഹോദര സ്നേഹം, സഹോദരി സ്നേഹം എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈ നടുക്ക് 2 അറ്റവും കത്തിച്ചിട്ട് നടുക്ക് പിടിക്കാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടിയൊക്കെ ഒരുപാട് നടന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിൽ. കാരണം ഞാനൊരു സാധാരണക്കാരിയാണ്. ഞാനൊരു ചെറിയ ചാനൽ തുടങ്ങിയത് എൻ്റെ കുടുംബത്തിന് ഇതിന്നൊരു വരുമാനം കിട്ടിയാലൊരു ആശ്വാസമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറയാച്ചാൽ ഇതൊന്നും ഇപ്പോൾ വരുമാനമൊന്നുമില്ല. 4 മാസത്തോളമായിട്ടോ ഇതൊന്ന് വരുമാനം കിട്ടിയിട്ട്. അല്ലേലും ഓരോരോ മാസമൊന്നും നമുക്ക് വരുമാനം ഇല്ല. 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ വരുമാനം കിട്ടുക. ഇപ്പം 4 മാസത്തിലധികമായി വരുമാനം ഇല്ല എന്ന് തന്നെ പറയാം. സത്യം പറയച്ചാൽ അത് വല്ലാത്തൊരു വിഷമാട്ടോ. എന്നെപ്പോലെയുള്ള ഒരു സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഇതൊന്നൊക്കെ ഒരു ചെറിയ വരുമാനം കിട്ടുമ്പോൾ കുടുംബത്തിനൊരു വലിയ ആശ്വാസം. കാരണം അനീഷേട്ടൻ ജോലിക്ക് പോയിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയുന്നത്. അപ്പോൾ ഇതൊന്ന് കിട്ടണത് ഭയങ്കരമായിട്ടൊരു സഹായമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ അടവും കാര്യങ്ങളൊക്കെ കൃത്യമായി പോകലും ഉണ്ടേനി. ഇപ്പം അത് സത്യം പറയച്ചാൽ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയൊരു ദിവസമാണ്. ഒരാളോട് നമുക്ക് ചോദിക്കാൻ പോലും ഇല്ല. എന്തെങ്കിലും ഒരു കുറച്ച് ദിവസങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരാളോട് ഒരു സംഭവം വാങ്ങാനുള്ള ഒരു ഇതില്ല. കാരണം തിരിച്ചു കൊടുക്കാൻ നമ്മളിവിടെ കാണണ്ടേ, അതില്ല. അങ്ങനെ
സമൂഹത്തു നിന്നായാലും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഈ ചാനലിൽ തുടങ്ങിയതിനും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് എല്ലാം തരണം ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തി. പക്ഷെ എല്ലാവരുടെ വിചാരവും ചാനലിന് ലക്ഷങ്ങൾ വാരുണ്ട് ഞാനെന്നാണ്. ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങളെ ജീവിതം ഇങ്ങനെ ആയിരിക്കില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നല്ല, നമുക്ക് കുറേ ബാധ്യതകളുണ്ട്, അതൊക്കെ വീട്ടിയിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ഇതിപ്പോൾ ഇന്ന് പണിയെടുത്ത ഇന്ന് കഴിയുക, നാളെ പണിയില്ലെങ്കിൽ നാളത്തെ ദിവസം കട്ടപ്പോക. അങ്ങനെയുള്ളൊരു സാധാ കുടുംബം. ഈ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കുണ്ട്. ഒന്നുമില്ല. ഇതിപ്പം നിർത്തിയാലോ എന്നുള്ള ചിന്തയിൽ വരെ ഞാൻ എത്തിയാണ്. പിന്നെ അനീഷേട്ട് എപ്പോഴും പറയും, എന്ത് കണ്ടാലും തളരാൻ നിൽക്കണ്ട, ഇത് ഇത്രയും വരെ എത്തിച്ചില്ലേ, അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയും. ഞാൻ ഒരുപാട് പേരോട് പണി ചോദിച്ചെന്ന് നേരത്തെ പറഞ്ഞില്ലേ, പക്ഷെ പണി കിട്ടണില്ല. സത്യം പറയിച്ച ഞാൻ ലൈവ് ഇടുമ്പോൾ ഓരോരുത്തരും വന്ന് ചോദിക്കും, പണിക്ക് പോയി ജീവിച്ചൂടെ, വല്ല കടയിലും പോയിക്കൂടെ, അവിടെ പോയിക്കൂടെ, ഇവിടെ പോയിക്കൂടെ. സത്യം പറയിച്ച പോവായിട്ടല്ല, കിട്ടായിട്ടാണ്. കിട്ടിയാൽ പോകും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാനലിലെ ലൈവും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തും. കാരണം നമുക്ക് മാസം ഒരു സാലറി കിട്ടുന്ന പണിയാണ് ഇപ്പം വേണ്ടത്. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകണമെങ്കിൽ അത് കിട്ടിയേ പറ്റുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 2 നേരമുള്ള ലൈവൊക്കെ അങ്ങോട്ട് നിൽക്കും. എല്ലാവരും എന്നെ മറക്കുകയും ചെയ്യും. പിന്നെ ചാനലല്ലേ, ഇടയ്ക്കൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നിർത്താൻ പറ്റൂലല്ലോ. കഷ്ടപ്പെട്ട് എൻ്റെ ചാനലിൽ ഞാൻ ലൈവ് ഇടുമ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറും വന്നിരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ആണായിട്ടും പെണ്ണായിട്ടും വലിയ 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 പദവിയിലിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട് നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം. അവരൊക്കെ ഈ 2 മണിക്കൂർ അവരുടെ നെറ്റും ഫോണും ഒക്കെ ചിലവഴിച്ച് നമ്മളതിൽ വന്നിരിക്കല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരോടൊക്കെ കാട്ടണ ഒരു ചതിയായി പോവും ചാനൽ നിർത്തിയാൽ. അപ്പോൾ ഒരു നേരെങ്കിലും ആഴ്ചയിലൊക്കെ ഒരു ലൈവൊക്കെ ഇട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ഈ ഒരു ദിവസം തന്നെ ഞാനൊരു 10 ആളെങ്കിലും രാവിലെ 8 മണി മുതൽ വിളിക്കൽ തുടങ്ങിയാണ്. എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പറഞ്ഞിട്ട്. കേൾക്കണവരൊക്കെ സിമ്പിളാക്കി വിടുക. പറയാം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുക. ഒരാത്മാർത്ഥമായിട്ട് നമുക്കൊരു മറുപടി ഉണ്ടാവുമല്ലോ, പറയാട്ടോ, അന്വേഷിക്കാട്ടോ, നീ കിട്ടിയാൽ പോകുമോ എന്നൊക്കെ ഒരു ചോദ്യം ആർക്കും ഇല്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ്. സത്യമായിട്ടും അത് തന്നെയാണ്. എല്ലാവരുടെ കാര്യത്തിൽ ഇടപെട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ലല്ലോ. പക്ഷെ എന്താ പറയുക, നമുക്കൊരു ജോലി ഇല്ലാത്തത്, എനിക്കൊരു ജോലി ഇല്ലാത്തത് എൻ്റെ കുടുംബത്തിന് ഇപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടും എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടൊരു മറുപടി ആരടുത്തൊന്നും കിട്ടിയില്ല. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചതുമാണ്. പിന്നെ വലിയ വലിയ തുണി ഷോപ്പിലൊക്കെ ജോലിക്ക് പോയാൽ 9 മണിക്ക് കയറിയാൽ രാത്രി 7:30 8 മണി വരെയുണ്ട്. ആ സമയം വരെയൊക്കെ ഞാൻ അവിടെ നിന്നാൽ വീട്ടിലെ ജോലികളും ഞാൻ തന്നെ ചെയ്യണ്ടേ. അവിടെ അത്രയും നേരം നിന്ന് പണിയെടുത്ത് വീട്ടിൽ വന്നിട്ട് പണിയെടുക്കാനും പിന്നെ ചാനലിൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ അങ്ങനെ വലിയൊരു ഷോപ്പിൽ 1.5 കൊല്ലം പോയതാ. രാവിലെ 9 മണിക്ക് പോയിട്ട് 7:30ക്കാണ് ഞാൻ അന്ന് വരൽ. അന്ന് പിന്നെ എൻ്റെ അമ്മൂമ്മ വീട്ടിലുള്ളതുകൊണ്ട് എൻ്റെ അമ്മൂമ്മ കഴിയുന്ന പോലെയൊക്കെ പണിയെടുക്കും. പിന്നെ എൻ്റെ അമ്മ രാവിലെ പോവേനി അന്നൊക്കെ. പിന്നെ രാത്രിയിൽ വന്നാൽ കുറച്ച് പണികളൊക്കെ ഉണ്ടെങ്കിലും അന്ന് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ഡിസ്കിന് സംബന്ധമായ അസുഖമുള്ളതുകൊണ്ടാണ് ഞാനതൊക്കെ നിർത്തിയത്. ഇപ്പം വീണ്ടും ഞാൻ പണിയൊന്നും ഇല്ലാണ്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ലൈവിൽ വന്ന് ഓരോരുത്തരുടെ കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് മനസ്സിന്. കാരണം ലൈവിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇരിക്കുമെങ്കിലും മനസ്സിൽ നമുക്ക് ഒരാൾ പറയണത് സങ്കട വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാണ്. ഞാൻ അങ്ങനെ കടുകട്ടി മനസ്സുള്ള ഒരാളൊന്നുമില്ല. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും. ഞാൻ കരയുമ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമാവും. നമ്മളെ കണ്ണീര് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുമല്ലോ. നമ്മുടെ ചിരിയും കളിയും കാണാനല്ലല്ലോ ആരും ആഗ്രഹിക്കുക, കണ്ണീര് കാണാനാണ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുക. പക്ഷെ കണ്ണീര് കരയരുത് എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ലൈവിൽ. പക്ഷെ ഓട്ടോമാറ്റിക്കലി എനിക്ക് സങ്കടം വരും, ഞാൻ കരഞ്ഞു പോകും അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് അനാവശ്യങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ചാനലൊക്കെ ഒരുപാട് പേര് റിപ്പോർട്ട് അടിച്ച് ഇന്ന് ഈ ഒരു അവസ്ഥയിലാക്കിയെടുത്തു. ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ലൈവിലായാലും വീഡിയോസിനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വല്ലാതായിട്ടൊന്നുമില്ല. ലൈവിന് നല്ല റീച്ച് ഉണ്ട്, എല്ലാം നിന്ന്. എന്തായാലും നമ്മൾ നന്നാവാൻ നമുക്കൊരു ഭാഗ്യവും യോഗവും ഒക്കെ വേണം. അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താ പറയുക, അതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്നെപ്പറ്റി ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇന്ന് വീഡിയോയിൽ എല്ലാവരും ചോദിച്ചു എന്താ വിഷമം. ഒരുപാട് വിഷമങ്ങളുണ്ട്. സത്യം പറയിച്ചത് നമുക്ക് അങ്ങനെ ആരോടും തുറന്ന് പറയാൻ പറ്റാത്തൊരു വിഷമങ്ങളാണ്. എല്ലാം നമ്മൾ പബ്ലിക്കിൽ തുറന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെയുള്ള ചെറിയൊരു വിഷമങ്ങളൊക്കെ ഇന്ന് മനസ്സിലുണ്ട്. ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ കുക്കിംഗ് വ്ളോഗൊന്നുമില്ല. എൻ്റെ വീഡിയോ കാത്തിരിക്കണ 100 പേരെങ്കിലും ഉണ്ടാവുമല്ലോ.
അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ തിരിച്ചും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയും നമ്മുടെ ഈ ലൈവും വീഡിയോസും ഷോർട്സും ഒക്കെ ഒന്ന് ഉഷാറായി പോകണം എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. വീഡിയോ ഒന്ന് സക്സസ് ആവണം, ചാനൽ ഒന്ന് സക്സസ് ആവണം. അതാണ് ഏകയുള്ള പ്രതീക്ഷ. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം, എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. അതൊക്കെയാണ് ഇപ്പം മുന്നോട്ടേക്കുള്ളൊരു പ്രതീക്ഷയൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ ഏതൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. ആദ്യത്തെ കുക്കിംഗ് വ്ളോഗൊക്കെ ഉണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ഗൈസ്.